അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്ത് വാശിയിലാണ്. കാര്യം മറ്റൊന്നുമല്ല, ഷാഹുലിന് ഒരു വിവാഹക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉമ്മ നല്ല സപ്പോർട്ടാണ് അവൻക്ക്. അവർ പറയുന്നു, പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉമ്മ ചോദിച്ചോളാം. ഉമ്മാൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും മറച്ചു വെക്കണ്ട, ഹയറാണെങ്കിൽ നമുക്ക് നടത്തിക്കോളാം. എന്തേ, ഉമ്മക്ക് സന്തോഷമേ ഉള്ളൂ. ശരിക്കും ഉമ്മയുടെ ആ ഒരു സപ്പോർട്ട് കണ്ടപ്പോൾ അത് ശരിക്കും ഷാഹുലിന് വല്ലാത്തൊരു ആശ്വാസമായി. എന്നാൽ അവൻ പറഞ്ഞു, ഉമ്മ അത് നോക്കിയിട്ടൊന്നും കാര്യമില്ല ഉമ്മ, നമ്മൾ കുറച്ച് പാവങ്ങളാണ്, അവർ കുറച്ച് ബടാ മുതലാളിമാരും. അപ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ ഈ വീട്ടിലേക്കൊന്നും അവർ ആ പെണ്ണിനെ കെട്ടിക്കൊന്നുമില്ല. പൊന്നു മോനെ, എടാ, സ്നേഹിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വീടും സ്ഥലവും സ്വത്തൊക്കെ നോക്കുമോ? രണ്ട് മനസ്സുകൾ തമ്മിലങ്ങ് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറൊന്നും ഉണ്ടാവില്ല. എൻ്റെ മോൻക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ നടത്തി തരാൻ തയ്യാറാണ്. ഉമ്മ വെറുതെ ആഗ്രഹിക്കണ്ട, ഒരിക്കലും അത് തരില്ല, അത് ഉറപ്പാണ്. മോനെ, ആര് പറഞ്ഞോ? ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. ഉമ്മ അത് വേണ്ടുമ്മ, ഒരിക്കലും അത് നടക്കൂലമ്മ. അപ്പം മോനെ, എനിക്ക് സ്നേഹമല്ലേ ഉമ്മ? സ്നേഹമുണ്ട്, ഒത്തിരി ഒത്തിരി സ്നേഹമുണ്ട്. പക്ഷേ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. ഷാഹുലിൻ്റെ മനസ്സ് വായിച്ച ഉമ്മാക്ക് വല്ലാത്ത സങ്കടം. എന്നാൽ ഈ സമയം സീനത്ത്, ഇപ്പോൾ എന്തായിരുന്നു, ഞാൻ എവിടെക്കെങ്കിലൊക്കെ ഒന്ന് പോവുകയായാലും ഭയങ്കര പ്രശ്നമാണ്. എടി, നീ എങ്ങോട്ടാണ് പോയത്? അല്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനും അതിനൊന്നും പറ്റൂല. ബാക്കിയുള്ളവർക്ക് ഉമ്മ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ്. ഇതൊരു പൊന്നാര പെണ്ണെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അതെന്ന് വെച്ചാൽ നിന്നെ നല്ല മാനമര്യാദയിൽ വിവാഹം കഴിപ്പിച്ച് വിട്ടാണ്. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞതല്ലോ, നിങ്ങളാരും മൈൻഡ് ചെയ്തില്ലല്ലോ. ആ ചെക്കൻ രക്ഷപ്പെട്ടെന്നും പറയാം, അല്ലെങ്കിൽ ഈ അവനെയും പറ്റിച്ച് പോരും. ഇപ്പോൾ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടിയിരുന്നല്ലോ, അത് നീയായിട്ട് തന്നെ തട്ടിക്കളഞ്ഞില്ലേ. എന്നിട്ട് പിന്നെ ഏതോ ഒരു മുസ്ലിം ചങ്ങായിൻ്റെ കൂടെ പോയിട്ട് ഓളിങ്ങനെ, എനിക്കങ്ങോട്ട് ദേഷ്യം വരും ചിലപ്പോൾ. വേണ്ട, ഒന്നും പറയണ്ട. എന്നാൽ അത് കേട്ടുകൊണ്ട് അതാ ഷാഹുൽ, ഉമ്മ എന്ത് പ്രശ്നം? മോനെ, ഒന്നുമില്ലടാ. ഇങ്ങനെയൊക്കെ ഒന്ന് പെരയിലുണ്ടാണെന്നെ വലിയൊരു ഇടങ്ങാറാണ്. എന്താ ഉമ്മ നിങ്ങളെ പ്രശ്നം? നിങ്ങൾ പുതിയ മരുമകളെ കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾ പറയണത്. ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ പോയിക്കോളാം. മോള് സീനത്ത്, അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ, നീ എന്തിനാ വേണ്ടാത്തതൊക്കെ? അതെ, ഷാഹുൽ ഇപ്പോൾ തൽക്കാലം പെണ്ണൊന്നും കെട്ടണ്ട, കുറച്ചും കൂടെ കഴിയട്ടെ. ശരിക്കും അവളുടെ വാക്കുകൾ കേട്ട ഉമ്മ ഞെട്ടി. അല്ല, അനക്ക് മാത്രം ദാമ്പത്യ ജീവിതം ഈ ഒരു സുഖവും സന്തോഷമൊക്കെ മതിയോ? എൻ്റെ കുട്ടി എത്ര കാലമായി കഷ്ടപ്പെടണ്, നിൻ്റെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് എത്ര മണ്ടിപ്പാഞ്ഞിക്കണ്. പാവാൻ്റെ കുട്ടി, ഓനക്കും ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു കല്യാണം കഴിഞ്ഞ് ഒന്ന് ഇരുന്നൂടെ? അല്ലാതെ ഇപ്പോൾ കാലാകാലം ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. ഭർത്താവും ഭാര്യയൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ചൊരു സന്തോഷവും സമാധാനം കിട്ടുമല്ലോ. ഉമ്മാക്ക് ഇപ്പോൾ ഓനക്ക് സമാധാനം കൊടുക്കായിട്ടാ വലിയത്. എന്നാൽ മകള് ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു ഷാഹുലിൻ്റെ വിവാഹത്തിന്. എന്നാൽ ഷാഹുൽ പറഞ്ഞു ഉമ്മയോട്, ഉമ്മ അത് അവളെ എനിക്കിഷ്ടമാണ് നൂറയെ, പക്ഷേ കിട്ടൂലമ്മ, അതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഞാനറിയാതെ ഇങ്ങനെ ആഗ്രഹിച്ചു പോയി, അവൾക്കും എന്നോടൊരു ഇഷ്ടമുണ്ട്, അല്ലാതെ. എന്നാൽ പെട്ടെന്ന് അതാ ഷാഹുലിൻ്റെ ഫോണ് ബെല്ലടിക്കുന്നു. ഇത് അന്ന് വന്ന നമ്പറിൽ നിന്നാണല്ലോ. അവൻ അല്പം അങ്ങ് മാറി നിന്നു. ആരാ മോനെ? അത് ഉമ്മ ഫ്രണ്ടാണ്, തോന്നുന്നു, നോക്കട്ടെ. ഹലോ ഷാഹുൽ, ഇത് ഞാനാണ്, നൂറ. ഷാഹുൽ, എനിക്ക് ഷാഹുലിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. ഷാഹുൽ, എനിക്ക് ഷാഹുലിന് അത്രക്കും ഇഷ്ടമാണ്. ഈ നിക്കാഹും കല്യാണം അതൊക്കെ ആവുന്നതിന് മുമ്പായിട്ട് ദയവായി എന്നെ രക്ഷപ്പെടുത്തുമോ? എനിക്ക് തീരെ താല്പര്യമില്ലായിട്ടാണ്. ഷാഹുൽ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ, എനിക്ക് നിന്നെ മാത്രം മതി. അവളുടെ വിതുമ്പി കരഞ്ഞുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ അത് അവൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ വായിൽ വെള്ളം മുറ്റുന്നത് പോലെ എന്തൊക്കെയോ ഒരു മനസ്സിന് വല്ലാത്തൊരു വിഷമം, അസ്വസ്ഥത. മോനെ, ആരാടെ വിളിച്ചത്? ഉമ്മ, അത് അവൻ പറയാൻ കൂട്ടാക്കിയില്ല. മോനെ പറ, ആരെ വിളിച്ചത്? ഉമ്മ, അത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ആ പെണ്ണാണ്, നൂറയാണ് വിളിച്ചത്. അവൾക്ക് ഈ ഒരു വിവാഹത്തിന് നിശ്ചയത്തിന് ഒന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു.
പൊന്നു മോനെ, മോനൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ഒന്ന് വീട്ടിലൊന്ന് പോയി നോക്കട്ടെ അവരെ. ബാപ്പ തൽക്കാലം ബാപ്പാനോട് ഈ കാര്യം പറഞ്ഞൊരു പക്ഷേ ബാപ്പാക്കിന് ഇഷ്ടപ്പെടുക അറിയില്ല. ഉമ്മ, അത് വേണ്ട. ശരിക്കും ഷാഹുലത കണ്ണീരോടെ ഉമ്മയുടെ കൈ പിടിച്ചു. എന്താ മോനെ? ഉമ്മ, ഒരിക്കലും ഒന്നും പറയണ്ട, ചെയ്യണ്ട. എന്താ മോൻക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മ നടത്തി തരുമല്ലോ. ഉമ്മ ഇപ്പം കൂടി നടത്തി തരും. ഉമ്മ, എല്ലാ കാര്യങ്ങളും ഉപ്പയോട് കൂടി തീരുമാനിച്ചിട്ട് ചെയ്താൽ മതി. കാരണം എന്നെ പോറ്റി വളർത്തിയത് എൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ നിൽക്കുന്നില്ലമ്മ. ശരിക്കും തൻ്റെ മകൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ഇങ്ങനെയും എൻ്റെ മോനെ അതെ സ്നേഹിക്കുന്ന പെണ്ണുണ്ട്, അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് പോലും അവനെ അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. അതെ, മാതാപിതാക്കളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി. മോൻ വിഷമിക്കണ്ട കേട്ടോ. ഉമ്മ പോവില്ലടാ കേട്ടോ. ഞാൻ മോനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഞാനിപ്പോൾ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് ഉമ്മ പോവില്ല കേട്ടോ. ഉമ്മൻ്റെ കുട്ടിയുടെ സന്തോഷം എന്താണ് അത് പഠിച്ചോ നടത്തി തെറ്റ്. നമ്മളാരും അതിന്. ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ശരീരമാസകലം വേദനയുണ്ട്. അവൻക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. റബ്ബേ, എൻ്റെ കുട്ടിയെ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ? അതോ ഉമ്മ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലമ്മ, അതറിയാതെ. അപ്പോഴും അവർ ആരെയും കുറ്റപ്പെടുത്തിയില്ല. ഷാഹുൽ അവൻ ഏകാന്തമായി കരഞ്ഞു. മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ നൂറയുണ്ട്. നൂറ മോളെ, നീ സമ്മതിച്ചോട്ടോ ഉപ്പയും ഉമ്മയും പറഞ്ഞ വിവാഹത്തിന്? ഞാൻ ഒരിക്കലും നിനക്ക് തടസ്സമായിട്ട് വരില്ല. സത്യം പറഞ്ഞാൽ എന്താണ് നടന്നതെന്ന് എനിക്കറിയാം. ഉമ്മയോട് ഞാൻ പറഞ്ഞത് ഒരു ആക്സിഡൻറ്റ് എന്നുള്ള രീതിയിലാണ്. മോളെ നൂറ, നിൻ്റെ ബാപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് ഞാൻ നിൽക്കുന്നില്ലടി. അവൻ മനസ്സിൽ ഓരോന്ന് പറഞ്ഞു. എന്നാൽ ഈ സമയം അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷാഹുലിൻ്റെ ഉപ്പ വന്നു. ഉപ്പ അകത്തേക്ക് കയറി വന്നപ്പോൾ ഉമ്മ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാണ്ട്. എന്നോടോ? എന്ത് കാര്യം നിനക്ക് സംസാരിക്കാനുള്ളത്? അതൊന്നുമല്ല, വരി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചായ കുടിക്കുക, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഇവിടെ ഇരിക്കുമ്പോഴേ അവന് എന്താടി എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് നേരെ അതാ ബെഡ്റൂമിലേക്ക് പോയി. അതെ, പിന്നെണ്ടല്ലോ, അതായത് നമ്മൾ മോൻ ഷാഹുൽ, ഓന് ചെറിയൊരു ആക്സിഡൻ്റൊക്കെ പറ്റിയല്ലോ. എന്നിട്ട് അതല്ലേ ഞാൻ പറയുന്നത്, ഓൻ്റെ ഒരു ഇഷ്ടത്തെക്കുറിച്ചാണ്. ഇഷ്ടമോ? ആർക്ക്? ഓനക്ക് അങ്ങനെ ഒരു, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, അതൊക്കെ ഇല്ലല്ലോ ഒന്നും. പക്ഷെ അങ്ങനെയല്ല, അവൻ്റെ മനസ്സിൽ നല്ലോണം ഇഷ്ടമുണ്ട് ആ പെണ്ണിനോട്. പക്ഷേ ഞാൻ പറഞ്ഞു എന്നോട് വെറുതെ ഉള്ളെടുക്കാൻ വേണ്ടിയിട്ട്, മോനെ ഞാൻ തന്നെ പോയി ചോദിച്ചോളാം, ഉപ്പൊന്നും അറിയണ്ട, അതിനിപ്പോൾ എന്താ, എൻ്റെ കുട്ടിയുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താന്ന്, ഉമ്മ ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടമല്ലാതെ ഒന്നിനും ഞാൻ നിൽക്കൂല. അറിയാതൊരിഷ്ടം എനിക്ക് പറ്റിപ്പോയി. അത് ഞാനൊരിക്കലും കരുതി കൂട്ടിയിട്ട് അങ്ങനെയല്ല, അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. ഇക്ക, സത്യമായിട്ടും നമ്മുടെ മോനെ എന്തൊക്കെയാണ് നീ പറയുന്നത്? ഒന്നുമല്ല, അവൻ പറഞ്ഞ എന്താണോ, ഒരിക്കലും ഉമ്മയും ഉപ്പാക്കും ഉമ്മക്കും സമ്മതമില്ലാത്തൊരു ബന്ധത്തിന് ഞാൻ നിൽക്കുന്നില്ല ഉമ്മ എന്നാണ്. അതൊരിക്കലും നല്ല രീതിയിൽ പോകില്ല. അവരുടെ സമ്മതവും സന്തോഷമില്ലാതെ എനിക്കതിന് താല്പര്യമില്ല എന്നാണ് നമ്മളെ മോൻ പറഞ്ഞത്. സത്യം പറഞ്ഞാലേ നമ്മളെ മോൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. കാര്യം നമ്മളെ മോള് ശരിയാണ്, അങ്ങനെയൊക്കെ പറ്റിപ്പോയി. പക്ഷേ നമ്മളെ മോന് അവന് വിചാരിച്ച പോലെയൊന്നല്ല, അവൻ നല്ല മോനാണ്. എന്ന ഇക്ക, എൻ്റെ മനസ്സിൽ എനിക്കൊരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? അവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമില്ലാതെ ഞാൻ നിൽക്കുന്നില്ല എന്നും പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരിടങ്ങാറ്. നമ്മളെ മോൻ അത്രയ്ക്കും നല്ല മോനായ സ്ഥിതിക്ക് നമുക്ക് അതങ്ങ് നടത്തി കൊടുത്തൂടെ? നീ എന്തൊക്കെയാ പറയുന്നത്? അവരൊക്കെ വലിയ തറവാട്ടുകാരാണ്. നമുക്ക് അത്രമാത്രം ഉണ്ടോ സാമ്പത്തികമൊക്കെ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇക്ക. അവൾ അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്ക നമ്മളെ മോൻ പാവല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം അവനക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇത്രയും അവൻ കഷ്ടപ്പെട്ട് നോക്കി, പെങ്ങളെ കാര്യത്തിൽ കുറേ ബുദ്ധിമുട്ടി, അങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ,
നമുക്ക് പൊന്നും മോൻ്റെ ആഗ്രഹം കണ്ട് സാധിപ്പിച്ചു കൊടുക്കാം. എന്തേ? അതിന് നമുക്ക് രണ്ടു പേർക്കും ഒന്ന് അവരുടെ വീട് വരെ ഒന്ന് പോകാം. നീ എന്തേ പറയുന്നത്? അവർക്ക് താല്പര്യമില്ലാത്ത വിഷയവുമായി വീണ്ടും നമ്മൾ പോകുക. ഇക്ക, അതൊന്നും സാരല്ല. ഒന്ന് ചോദിക്കുക. നമുക്ക് ഒന്നിനു വേണ്ടിയല്ല, നമ്മുടെ മകൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ പോയി ഒന്ന് നമുക്ക് കാല് പിടിക്കാന്നല്ല, കുറച്ച് താഴ്മയോട് കൂടി നമുക്ക് സംസാരിക്കാം. എന്താ? എന്നാൽ ഈ സമയം ഉപ്പയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഹലോ. എടാ, ചെറുക്കനെങ്ങനെയുണ്ട്? ചെറുക്കനോ? ഓന് കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റിയത്? ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അത് വെറും ആക്സിഡൻ്റ് അല്ല കേട്ടോ, വെറും ഒരു ആക്സിഡൻറ്റേ അതല്ല. പിന്നെന്താടാ? അതെ, അവൻ നല്ല രീതിയിൽ പോവുമായിരുന്നു. ഒരു കാറുമായിട്ട് ബൈക്ക് കണ്ട് ഇടിച്ച് തള്ളിയിട്ട് പിന്നെ ഓനെ പെരുമാറുമായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പിന്നെ എനിക്ക് ഭീഷണിയുണ്ട്, ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട്. പഠിച്ചോനെ, എന്നാൽ ഇനി പ്രശ്നമൊന്നും ആക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, എങ്ങനെ പൊയ്ക്കോട്ടെ. അല്ലെങ്കിൽ ഓലൊക്കെ എന്നെ പിടിച്ചാൽ കിട്ടാത്ത ടീമല്ലേ, ഓലൊക്കെ വലിയ വലിയ ടീമാണ്, നമ്മളെപ്പോലെ പാവത്തുങ്ങളൊക്കെ ഓല ചവിട്ടി അരക്കൂലേ. എന്നാൽ ഈ സമയം ആ പിതാവിൻ്റെ കൈകളിൽ നിന്ന് ഫോൺ വിറച്ചുകൊണ്ട് വീണു. മോനെ, എന്താ നിങ്ങളെന്താ? മോനെ നേരെ മകൻ്റെ അടുത്തേക്ക് പോയി. അപ്പം എൻ്റെ കുട്ടി ആക്സിഡൻ്റ് ആയതല്ലേ ബാപ്പ? എന്തേ? ഒക്കെ ബാപ്പ അറിഞ്ഞു. എന്തിനാ മോനെ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എൻ്റെ കുട്ടിനെ എല്ലാവരും ഉപദ്രവിച്ചതല്ലേ? അത് കേട്ടുകൊണ്ട് ഉമ്മ വന്നു. പഠിച്ച റബ്ബേ, അങ്ങനെയാണോ റബ്ബേ? വല്ലാത്തൊരവസ്ഥ തന്നെ. ഉമ്മ വിതുമ്പിക്കരഞ്ഞു. മോനെ പറയടാ, എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? അപ്പോൾ ആക്സിഡൻ്റ് അല്ലേ? ഉമ്മ, അതെ, അതും ആക്സിഡൻ്റ് ആണല്ലോ. മോനെ സത്യം പറയടാ, ആരെൻ്റെ കുട്ടിയെ ഉപദ്രവിച്ചത്? ഉമ്മ, അത് എനിക്കറിയില്ല ഉമ്മ. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു. സത്യം പറ, നീ പറഞ്ഞ പെണ്ണിൻ്റെ ആൾക്കാരെങ്ങാനും ആണോ? ഉമ്മ, എനിക്ക് പരിചയമുള്ളവർ അതിൽ ഇല്ലായിരുന്നു. അവൻക്ക് ഉറപ്പായിരുന്നു അത് നൂറയുടെ ബാപ്പ വിട്ട ആളുകളായിരിക്കുമെന്നുള്ളത്. എന്നാൽ ഈ സമയം അതാ നൂറ കരയുകയാണ്. അവൾ പെണ്ണ് കാണാൻ വരുന്നത്, അതിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ബാപ്പ അവളെ നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ട്. എടീ, ഈ കുടുംബത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലേ? എന്താ എൻ്റെ ഉദ്ദേശം? ഇജ പണിക്കാർ ചെക്കൻ്റെ ഒപ്പം പോകാനാണോ എൻ്റെ പ്ലാനിങ്? ഇത്ര വലിയ വീടും ഇതൊക്കെ ഉണ്ടായിട്ടും നിനക്ക് ആ ഒരു വെറും ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയെടുത്ത് ജീവിക്കുന്ന ആ ചെക്കൻ്റെ കൂടെ പോകാനാണ് എൻ്റെ പ്ലാനല്ലേ? നടക്കൂല. അതെ, അതിനെ ഈ ബാപ്പ സമ്മതിക്കൂല. അത് പേര് മാറ്റേണ്ടതുണ്ട്, ഈ കരുതിക്കോ. എന്നാൽ ആ ഉമ്മ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഓളങ്ങനെ ചീത്ത പറയുന്നത്? നിങ്ങൾക്ക് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പറയണോ ഇങ്ങനെ? പിന്നെ എന്താ ഞാൻ വേണ്ടത്? ഒരു നേരത്തെ ഓളെങ്ങാനും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ? വിശ്വസിക്കാൻ പറ്റാത്ത വർഗ്ഗമാണ് ഈ പെണ്ണുങ്ങൾ. നന്ദിയില്ലാത്ത വർഗം. ഉണ്ട ചോറിന് നന്ദിയില്ല. ഇത്രയ്ക്ക് ഓളെ തീറ്റി പോറ്റിയിട്ട് ഓൾക്ക് പോകാൻ മതിയല്ലോ. ഞാൻ കൊണ്ടുവരുന്ന ആലോചന അവൾക്ക് വേണ്ടാന്ന്. വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? അതെ, നിങ്ങളോളെ ചീത്ത പറഞ്ഞത് മതി. ഇനി ഒരിക്കലും ഓളെ ബുദ്ധിമുട്ടാക്കണ്ട. അത് ഇഷ്ടം സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് തോന്നുന്നതല്ലേ? അത് അവളതിനുള്ള പ്രായമായും ചെയ്തല്ലോ. അത് നല്ലതാണെങ്കിൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. അല്ലാതെ ഓളിട്ട് നിങ്ങളിങ്ങനെ പൊരിക്കണതിനാ? എടീ, അവനെങ്ങാനും നീ ഓർത്തിട്ടുണ്ടെങ്കിലേ അവൻ്റെ കൈയും കാലും ഞാൻ ഒടിച്ചിട്ടിരിക്കണേ, കരുതിക്കോ. ഇനി അവൻ്റെ ജീവനായിരിക്കും എടുക്കുക. ബാപ്പയുടെ ആ ഒരു കർക്കശ സ്വഭാവം കേട്ട് അവൾ ഒരു നിമിഷം വിതുമ്പിക്കരഞ്ഞു പോയി. ഉമ്മ, എനിക്ക് വേണ്ട, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണ്ട. പക്ഷേ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്മ, തല്ലിക്കൊല്ലരുതെന്ന് പറയണം. അതെ, നിങ്ങൾ അവനെന്തെങ്കിലും കാട്ടിയോ? അതെ, അവനെ 3 ആൾ വിട്ട് ഞാനങ്ങ് നല്ലോണം പെരുമാറിച്ചിട്ടുണ്ട്, കണ്ടില്ലേ ഇതാ എന്ന് പറഞ്ഞ് ഉപ്പയുടെ ഫോണിലേക്ക് ആ ഒരു ഫോട്ടോ വന്നത് കാട്ടി കൊടുക്കുന്നു. ഇതാടി അവൻ്റെ കിടപ്പ്. ശരിക്കും അത് കണ്ട് നൂറ വിതുമ്പിപ്പോയി. അത് ബൈക്ക് ആക്സിഡൻ്റ് ആയ രീതിയിൽ അവനവിടെ തളർന്ന് കിടക്കുന്ന രീതിയിൽ കൈകാലുകളിലും നെറ്റിയിലും ഒക്കെ രക്തം വാർന്നൊലിക്കുന്നു. എന്നാൽ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. ബാപ്പ പ്ലീസ്, എനിക്കൊന്നും വേണ്ട ബാപ്പ, എനിക്കൊന്നും വേണ്ട. ബാപ്പ പറഞ്ഞ വിവാഹത്തിൻ്റെ നിന്നോളാം. പക്ഷേ ബാപ്പ,
ഓനെ ഉപദ്രവിക്കരുത്, പാവമാണ് ഓന്. പാവം? എന്ത് പാവം? നിന്നെ അങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട് നിൻ്റെ മനസ്സോനെ കയ്യിലാക്കിയിട്ട് ഇപ്പം പാവന്നല്ലേ? ആ, എൻ്റെ മോളെ പാട്ടിലാക്കാൻ ഓനക്കിങ്ങനെ ധൈര്യം വന്നത്? ഓനിവിടെ അഭിനന്ദ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തതോ? ഇവിടുത്തെ വീട് വർക്ക് കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? അപ്പോൾ ഓൻ അന്നെ അങ്ങ് പാട്ടിലാക്കിയില്ലേ? ബാപ്പ ഒന്നും വേണ്ട, ഓനെനിക്ക് വേണ്ട ബാപ്പ. ആ, അങ്ങനെ ഉണ്ട്, വഴിക്ക് വാ, അങ്ങനെ വഴിക്ക് വാ ബാപ്പ, ഉപദ്രവിക്കരുത്, പാവാണ്, പാവം. എന്താന്നില്ലേ എൻ്റെ മനസ്സൊക്കെ വിഷം കുത്തിക്കയറ്റി ഓനിപ്പോൾ പാവം അല്ലേ? ബാപ്പ ദയവായി വേണ്ടാത്തത് ഒന്നും ചെയ്യരുത്. ഇല്ല, ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ല, കണ്ടില്ലേ കയ്യും കാലൊക്കെ ഒടിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട്. ബാപ്പ, അവൾ പെട്ടെന്ന് അതാ ബാപ്പയുടെ മുന്നിലേക്ക് വീണ് കാല് പിടിച്ചു. ബാപ്പ എനിക്ക് വേണ്ട ബാപ്പ ഓനെ, എനിക്ക് ഓനെ വേണ്ട ബാപ്പ. ബാപ്പ പറഞ്ഞ വിവാഹത്തിന് ഞാൻ തയ്യാറാണ്, ദയവായി ഉപദ്രവിക്കരുത് ബാപ്പ, പാവാണ്, പാവാണ് എന്ന് പറഞ്ഞ് ബാപ്പ അതാ അവളെ അങ്ങ് കാലുകൊണ്ട് തള്ളിയിടുന്നു. ഒന്ന് പോടി എൻ്റെ മുമ്പിൽ. ഓന് പാവാണ്, ഇപ്പോഴും കണ്ടില്ലേ ഓനോട് അനുകമ്പണേ? അതേ, ഇപ്പം ഞാൻ കൈയും കാലും ഒക്കെ ഒടിച്ചിട്ടിട്ടേ ഉള്ളൂ, ഇനി ജീവനായിരിക്കും എടുക്കുക, മനസ്സിലാക്കോ? ഓനെങ്ങാനും ഈ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നാൽ ആ പിതാവിൻ്റെ ആ ക്രൂരതയ്ക്ക് മുമ്പിൽ നൂറ വിതുമ്പിക്കരയുകയായിരുന്നു. ബാപ്പ വേണ്ട, ബാപ്പ പറഞ്ഞ വിവാഹത്തിന് ഞാൻ തയ്യാറാണ്. വിതുമ്പിക്കൊണ്ട് നൂറ പറഞ്ഞപ്പോൾ ഉമ്മയുടെ മനസ്സ് വല്ലാതെ പതറിപ്പോയി. റബ്ബേ, ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് എൻ്റെ കുട്ടി സമ്മതം മൂള, അതും ബാപ്പയെ പേടിച്ച്. പഠിച്ചോനെ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഈ പെൺമക്കളുടെ അവസ്ഥ, എന്താ ചെയ്യുക? അങ്ങനെ കൊണ്ട് വഴിക്കുവാ, അങ്ങനെ വഴിക്കുവാ. ഞാൻ പറഞ്ഞ വിവാഹമല്ലാതെ മറ്റൊരു വിവാഹത്തിന് നീ തയ്യാറാവരുത്, അങ്ങനെ വഴിക്കുക. ആ, ഇപ്പോഴാണ് ഈ ബാപ്പാൻ്റെ കുട്ടിയായത്. പിന്നെ ഇതിൻ്റെ മറവിൽ നീ വല്ലത് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ കയ്യും കാലും ഇതുപോലെ ഒടിച്ച മൂലക്കിലിടും. ആ, എനിക്കൊരു സ്വഭാവം അറിയില്ല. ആ ക്രൂരനായ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ അതവളുടെ ചെവിയിലേക്ക് തുളച്ചു കയറി. എന്നെ കൊന്നാലും വേണ്ടില്ല, പക്ഷേ ഷാഹുലിനെ ഉപദ്രവിക്കരുത്. അതവൾക്ക് പറയുവാൻ അവളുടെ നാവ് പൊങ്ങിയില്ല. ഒരു പക്ഷേ അതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ചവിട്ടി താഴ്ത്തി ഇല്ലാതാക്കും എന്നത് കൊണ്ട് തന്നെ അവൾ വളരെയധികം സങ്കടത്തോടെ വിഷമത്തോടെ ആ വിവാഹത്തിന് വേണ്ടി സമ്മതിക്കുകയാണ്. എന്നാൽ ഇത് ഷാഹുൽ അറിയുമ്പോൾ അവൻ്റെ മനസ്സ് എത്ര പ്രയാസപ്പെടും. പക്ഷേ ഷാഹുലിനോടത് പറയണം, പറഞ്ഞേ തീരൂ, അവനോട് പറയണം എന്തായാലും. എന്നാൽ ബാപ്പ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അതെ എൻ്റെ ഫോണെങ്ങാനും ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആക്കെടുത്ത് എടുത്തങ്ങോട്ട് അടിക്കുക, എനിക്ക് ഫോണൊന്നും വേണ്ട, എന്താന്നില്ലേ? ഉമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി. ഉമ്മയും മോളും കൂടെ ഒരു കളിയാണ്. ഫോണുണ്ട്, ഒരു പ്രാവശ്യം ഒരാളെടുക്കും, ഒരു പ്രാവശ്യം മറ്റേ ആളെടുക്കും. നിങ്ങൾക്ക് ഫോണും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ സംസാരിക്കണ്ട, അവിടെ നിന്നോളി. അല്ല പിന്നെ ഞങ്ങൾക്ക് സൗകര്യം കുറച്ച് കൂട്ടി തന്നാണ്. ഇപ്പോൾ തള്ളി മോളും കൂടി സപ്പോർട്ടാണ് ഭയങ്കര, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയപ്പോൾ ആ ഉമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഇത്? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ആടി, എനിക്കാണ് കേട്. നീ മോളുടെ ഇഷ്ടത്തിനാണ് നിന്നോ, മോൾക്കൊരിഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിനാണ് നിൽക്കുക. പിന്നെ എൻ്റെ ഇഷ്ടം പിന്നെ ഇവിടെ നടക്കും? ഒരിക്കൽ പോലും എൻ്റെ മാനം കളയാൻ സമ്മതിക്കൂല. എന്നിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനേ. പണിക്ക് വന്ന ചെക്കനെ പ്രേമിച്ചിട്ടാണ് ആജിയുടെ മോള് കല്യാണം കഴിച്ചതെന്ന്. അതെ, ഇന്നെ കിട്ടൂല തൽക്കാലം, ഈ ജോർത്തോ. എന്നാൽ അതാ നൂറയുടെ മാതാവും കരയുകയായിരുന്നു. എന്നാൽ ഒരു നിമിഷം അവർ വിളിച്ചു പറഞ്ഞു, അതെ ഇക്ക. എന്താടി? മോൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിൽക്കണ്ട കേട്ടോ, മോൾക്ക് സമാധാനത്തോടു കൂടിയുള്ള ജീവിതം കിട്ടൂല. മിണ്ടിപ്പോവരുത്. ഓളിൻ്റെ നേർക്കാ ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. ആ, എന്താ ഇറങ്ങിപ്പോണോ? തള്ളക്കും മോൾക്കും പോവണമെങ്കിലേ രണ്ടാളും കൂടി പോയിക്കോളി ഓൻ്റെ വീട്ടിക്ക്, അല്ലാതെ എൻ്റെ മോളെ മാത്രം ഞാൻ വിടൂല. ഇക്ക, മോളെ മനസ്സ് കൂടങ്ങളൊന്ന് നോക്കണം, അല്ലാതെ ഇഷ്ടമില്ലാത്ത നിൽക്കരുത് ദയവായി, ഇതൊരു വിവാഹമാണ്, കുട്ടിക്കളിയല്ല. മിണ്ടിപ്പോരുന്ന നാവ് ഞാൻ അരിഞ്ഞു കളയും. ശരിക്കും ഹാജിയരുടെ ആ ഒരു വാക്ക് കേട്ട് അവർ ഭയന്നു. അവർ നേരെ കയ്യോങ്ങിക്കൊണ്ട് അതാ ഭാര്യയുടെ നേരേക്ക് അടിക്കുവാൻ വേണ്ടി ഓങ്ങി വരുന്നു. എന്നാൽ പെട്ടെന്ന് അതാ നൂറ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, വേണ്ട ഉമ്മയൊന്നും ചെയ്യണ്ട ബാപ്പ, ഞാൻ പറഞ്ഞല്ലോ ബാപ്പ കൊണ്ടുവരുന്ന വിവാഹാലോചനക്ക് ഞാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ബാപ്പ, ദയവായി ഉമ്മയൊന്നും ചെയ്യില്ലേ ബാപ്പ.
മാറടി അങ്ങോട്ട്, രണ്ടുപേരെയും തല്ലി കൊന്നയും കുഴിച്ചിടും. ആ പാപ്പ, ബാപ്പ പറഞ്ഞ വിവാഹത്തിന് ഞാൻ തയ്യാറാണ് വാപ്പ. അവൾ വിതുമ്പിക്കരഞ്ഞു. എന്നാൽ അത് കേട്ട് ഉമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ, എൻ്റെ മോളുടെ സമാധാനം നഷ്ടപ്പെട്ടു റബ്ബേ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞതനുസരിച്ച് രണ്ടും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലോ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാപ്പ അതാ ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തിക്കൊണ്ട് നേരെ അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കരഞ്ഞു. മോളെ, എൻ്റെ കുട്ടി എന്തിനാ സമ്മതിച്ചത് ഉമ്മ? എൻ്റെ ഉമ്മാനെ തല്ലുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ലമ്മ. അതിനേക്കാളും വലുതല്ലല്ലോ എനിക്കൊരു ബന്ധവും. ആയിക്കോട്ടെ, ഉപ്പ കൊണ്ടുവന്ന ആലോചനയ്ക്ക് ഞാൻ തയ്യാറാണ്. ഇത് ഷാഹുൽ അറിയുമ്പോൾ അവൻ്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാകും. അതെ, സാരമില്ല, വിധിച്ചതല്ലേ ഉണ്ടാവും. അവർ രണ്ടുപേരും വളരെയധികം സങ്കടത്തിലാണ്. നൂറയുടെ വിവാഹം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കായി ഉപ്പ അതാ ഒരുങ്ങി തുടങ്ങി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.